ഓസ്ട്രേലിയയിൽ പോയി വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ചൈനയുടെ അഹങ്കാരം കുറപ്പിച്ചതിനു ശേഷം നരേന്ദ്രമോദി നേരെ വിമാനം കയറിപ്പോയത് ന്യൂസിലാൻഡിലായിരുന്നു. അവിടെ നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച മോദി നിലവിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന നിർണായക പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി ന്യൂസിലാൻഡിൽ നടത്തിയത്. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴവും ചൈതന്യവും നൽകുമെന്ന്, കൂടാതെ വിപണി പ്രവേശനം, നിക്ഷേപം, അതോടൊപ്പം തന്നെ മറ്റ് സേവനങ്ങൾ, സാങ്കേതിക വിദ്യ, നൈപുണ്യ കൈമാറ്റം എന്നിവയിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും മോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ ഇന്ത്യ ന്യൂസിലാൻഡ് ബിസിനസ് ഉച്ചകോടിയിൽ ബിസിനസ് നേതാക്കളുമായും സിഇഒമാരുമായും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു പ്രഖ്യാപനമുണ്ടായത്. സ്വാഭാവികമായി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തുന്ന വേളയിൽ ന്യൂസിലാൻഡിൽ നിന്നുള്ള വമ്പൻ ബിസിനസ് കമ്പനികൾ രാജ്യത്ത് എത്തി അവരുടെ പുതിയൊരു ബിസിനസ് സംരംഭം തുറക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു നിക്ഷേപം നടത്താനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ബിസിനസ് സമൂഹത്തോട് സംസാരിക്കവേ ഇന്ത്യ വെറും ഉപഭോക്തൃ വിപണിയായി കാണരുതെന്ന് മോദി പറയുന്നുണ്ട്. ഇന്ത്യ വെറുമൊരു വിപണി മാത്രമല്ല, ആഗോള വളർച്ചയുടെ ലോഞ്ച് പാഡാണ് ഇന്ത്യ. നമുക്ക് ഒരുമിച്ച് ഈ സാമ്പത്തിക പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ന്യൂസിലാൻഡിലെ ബിസിനസ് ഫോറത്തിൽ പറഞ്ഞ കാര്യങ്ങളാണത്. ഇന്ത്യ ന്യൂസിലാൻഡ് ബന്ധത്തെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തലങ്ങളിലേക്ക് ഉയർത്താൻ ചരിത്രപരമായ തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത്. വ്യക്തമായ ലക്ഷ്യങ്ങളോടെയും സമയബന്ധിതമായ ഫലങ്ങളോടെയും എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുകയാണ്. രാഷ്ട്രീയ സ്ഥിരത, വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, ഡിജിറ്റൽ വിപ്ലവം, അതോടൊപ്പം തന്നെ യുവജന ശക്തി, വൻ ആഭ്യന്തര വിപണി എന്നിവ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റിയതായി മോദി പറയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, കൂടാതെ ക്ലീൻ എനർജി, കൂടാതെ സിവിൽ ഏവിയേഷൻ, കൂടാതെ ലോജിസ്റ്റിക്, നഗരവികസനം, ജല മാനേജ്മെന്റ്, മാലിന്യ സംസ്കരണം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ന്യൂസിലാൻഡ് കമ്പനികളെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. 2030 ഇന്ത്യ ന്യൂസിലാൻഡ് ഉഭയകക്ഷി വ്യാപാരം $7 മില്യൺ ന്യൂസിലാൻഡ് ഡോളറാക്കി ഏകദേശം 35,000 കോടി രൂപ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നാണ് മോദി പറയുന്നത്. കാർഷികം, അതോടൊപ്പം തന്നെ ക്ഷീരമേഖല, സ്റ്റാർട്ടപ്പുകൾ, ഫിൻടെക്, നവീകരണം, ഉയർന്ന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നിക്ഷേപവും പങ്കാളിത്തവും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. മാറിവരുന്ന ആഗോള സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡ് FTA ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്ന് നിർണായക ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് വിക്ഷേപിച്ച പ്രധാനമന്ത്രി രാജ്യത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവർഗവും വേഗത്തിലുള്ള ഡിജിറ്റൽ മുന്നേറ്റങ്ങളും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനവുമാണ് ഈ വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയും ന്യൂസിലാൻഡ് ഡിഫൻസ് ഫോഴ്സും തമ്മിലുള്ള സമുദ്ര സഹകരണം, ഹൈഡ്രോഗ്രാഫി, അതോടൊപ്പം തന്നെ പരസ്പര ലോജിസ്റ്റിക് പിന്തുണ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണം എന്നിവയാണ് പ്രധാന കരാറുകൾ. ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, സഹകരണം, അതോടൊപ്പം തന്നെ സമുദ്ര പൈതൃകം, സാംസ്കാരിക കൈമാറ്റം എന്നിവയിലും ഇരുപക്ഷവും ഒപ്പുവെച്ചിട്ടുണ്ട്. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി $7 മില്യൺ ന്യൂസിലാൻഡ് ഡോളർ, അതായത് ഏകദേശം 35,000 കോടി രൂപ ആക്കുക, മാരിടൈം സെക്യൂരിറ്റി ആരംഭിക്കുക, കൂടാതെ ഇൻഡോ പസഫിക് ഒഫീഷ്യൽ ഇനിഷ്യേറ്റീവിന്റെ സമുദ്ര സുരക്ഷാ പില്ലറിൽ ന്യൂസിലാൻഡിന്റെ പങ്കാളിയാവുക, ഗ്ലോബൽ ബയോഫ്യൂവൽസ് അലയൻസിൽ അംഗമാകുക എന്നിവയാണ് മറ്റു പ്രധാന പ്രഖ്യാപനങ്ങൾ.